നമസ്കാരം. ഇന്ത്യയിൽ നിലവിൽ വലിയ ഫാമിലി കാറുകൾക്ക് മികച്ച ഡിമാൻഡാണ് ഉള്ളത്. പരമ്പരാഗത ഇന്ധനങ്ങളിൽ പ്രവർത്തിക്കുന്ന 7 സീറ്റർ കാറുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ ഇത്തരം ഫാമിലി വാഹനങ്ങളുടെ എണ്ണം കുറവാണ്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹ്യുണ്ടയുടെ ആഗോള വാഹന നിരയിൽ ഒത്തിരി ഇലക്ട്രിക് കാറുകളാണുള്ളത്. അവയിലെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ അയോണിക് 9 ഇപ്പോൾ മൂടുപടം അഴിച്ചിരിക്കുകയാണ്. 3 വരി സീറ്റുകളുള്ള ഇലക്ട്രിക് SUV മികച്ച ലുക്കും നിരവധി നൂതന സവിശേഷതകളുമായിട്ടാണ് എത്തുന്നത്. 2025 കലണ്ടർ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കൊറിയയിലും അമേരിക്കയിലുമായിരിക്കും ഹ്യുണ്ടൈ അയോണിക് 9 EV ആദ്യം വിൽപ്പനയ്ക്ക് എത്തിക്കുക. പിന്നീട് യൂറോപ്പിലും മറ്റ് വിദേശ വിപണികളിലും ഇത് അവതരിപ്പിക്കുന്നതാണ്. ഇന്ത്യയിൽ ഭാവിയിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധ്യതയുള്ള കാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിശദമായി നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിലവിൽ ഹ്യുണ്ടൈ അയോണിക് 5 എന്ന മോഡൽ മാത്രമാണ് വിൽക്കുന്നത്. അയോണിക് 5ന്റെ വലിയേട്ടനായി വരും അയോണിക് 9. അതുകൊണ്ട് തന്നെ ആള് അല്പം പ്രീമിയമാണ് എന്ന് പറയാനും തെറ്റൊന്നുമില്ല. ലോസ് ആഞ്ചലസ് ഓട്ടോ ഷോയിൽ വെച്ച് നടക്കാൻ പോകുന്ന ആഗോള പ്രീമിയറിന് മുന്നോടിയായാണ് ഇലക്ട്രിക് SUV ഇപ്പോൾ മറനീക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നവംബർ 22 മുതൽ ഡിസംബർ 1 വരെയാണ് ഷോ നടക്കുന്നത്. കമ്പനിയുടെ EGMP ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഒരു ഇലക്ട്രിക് കാർ. ഈ ആർക്കിടെക്ചറിന് കീഴിൽ വരുന്ന മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ മോഡലാണിത്. ഹ്യുണ്ടൈ അയോണിക് 9 ഇലക്ട്രിക് SUVക്ക് 5060 mm നീളവും 1980 mm വീതിയും 1790 mm ഉയരവുമുണ്ട്. ഇതിന്റെ വീൽ ബേസ 3130 ആണ്. 6 സീറ്റ് 7 സീറ്റ് കോൺഫിഗറേഷനുകളിൽ ഈ ഇലക്ട്രിക് SUV ലഭ്യമാകും. ആദ്യത്തെ 2 നിര സീറ്റുകളിൽ മസാജ് ഫംഗ്ഷൻ ലഭ്യമാണ്. രണ്ടാം നിര സീറ്റുകൾ 180 ഡിഗ്രി വരെ തിരിക്കാം. ഹ്യുണ്ടൈ യൂണിവേഴ്സൽ ഐലൻഡ് 2.0 എന്ന് വിളിക്കുന്ന ക്രമീകരിക്കാവുന്ന കൺസോളും ആംറെസ്റ്റും ഇതിനുണ്ട്. അത് രണ്ടാമത്തെ വരിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ കഴിയും. മുകളിലും താഴെയുമുള്ള ട്രേകളിൽ 5.6 ലിറ്ററും 12.6 ലിറ്റർ സംഭരണ ശേഷിയും ഉണ്ട്. പാനോരമിക് സൺറൂഫ്, 12 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, 12 ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പാനോരമിക് കർവ്ഡ് ഡിസ്പ്ലേ എന്നീ ഫീച്ചറുകളും കാറിൽ ഒരുക്കിയിട്ടുണ്ട്. ആംബിയന്റ് ലൈറ്റിംഗ്, റൂഫ് മൗണ്ടഡ് എയർ വെന്റുകൾ, മൾട്ടി സോൾ ക്ലൈമറ്റ് കൺട്രോൾ, 3 വരികളിലും 100 വാട്ട് USB-C പോർട്ട്, അതുപോലെ തന്നെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റം, 14 സ്പീക്കർ ബോസ് സിസ്റ്റം എന്നിവ ഇതിൽ ലഭിക്കുന്നുണ്ട്. 620 ലിറ്ററാണ് കാറിന്റെ ബൂട്ട് ശേഷി. മൂന്നാം നിര സീറ്റുകൾ മടക്കിയാൽ ഇത് 1323 ലിറ്ററാക്കി ഉയർത്താൻ സാധിക്കും. ഹ്യുണ്ടൈ അയോണിക് 9 EVക്ക് 110.3 kWh ബാറ്ററി പാക്കാണ് ലഭിക്കുന്നത്. WLTP സൈക്കിളിൽ ഇത് ഫുൾ ചാർജിൽ 620 കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. 19 ഇഞ്ച് വീൽ ഘടിപ്പിച്ച ലോങ് റേഞ്ച് പതിപ്പിന്റെ കണക്കുകളാണ് ഇത്. 50 kW ചാർജർ ഉപയോഗിച്ച് 24 മിനിറ്റിനുള്ളിൽ ഇത് 10 മുതൽ 80% വരെ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതിന് 400 വോൾട്ട് 800 വോൾട്ട് ചാർജിംഗ് ശേഷിയും വെഹിക്കിൾ ടു ലോഡ് അതായത് V2L സവിശേഷതയും ഉണ്ട്. അതായത് EVയുടെ സഹായത്തോടെ ഗൃഹോപകരണങ്ങളും മറ്റ് ഇലക്ട്രിക് കാറുകളും നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിയർ വീൽ ഡ്രൈവ്, ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനുകളിൽ ഇലക്ട്രിക് SUV ലഭ്യമാണ്. ഇതിന്റെ റിയർ വീൽ ഡ്രൈവ് വേരിയന്റ് 212 bhp പവറും 350 Nm പീക്ക് ടോർക്കും സൃഷ്ടിക്കുന്നുണ്ട്. പെർഫോമൻസ് വശം നോക്കുമ്പോൾ റിയർ ആക്സിൽ മൗണ്ടഡ് മോട്ടോറുമായി വരുന്ന പതിപ്പ് 9.4 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗതയും 6.8 സെക്കൻഡിൽ 80 മുതൽ 120 കിലോമീറ്റർ വേഗതയും കൈവരിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. ടോപ്പ് സ്പെക് മോട്ടോർ 212 bhp പവർ നൽകുന്നുണ്ട്. ഇത് 5.2 സെക്കൻഡിനുള്ളിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗതയും 3.4 സെക്കൻഡിനുള്ളിൽ ഇത് 80 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയും തൊടുന്നതാണ്. ഈ വർഷം കിയ കസിൻ മോഡലായ EV9 ഇന്ത്യയിൽ എത്തിച്ചതിനാൽ തന്നെ അയോണിക് 9 വൈകാതെ രാജ്യത്ത് വിൽപ്പനയ്ക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പ്രീമിയം ഇലക്ട്രിക് SUV തേടുന്ന ഇന്ത്യക്കാരെ ഈ കാർ ആകർഷിക്കുമെന്ന് തന്നെ ഉറപ്പാക്കാം.